ഹലോ ഫ്രണ്ട്സ്, ഇന്ന് നമ്മൾ കപ്പ ബിരിയാണിയാണ് ഉണ്ടാക്കുന്നത്. അതിനായിട്ട് ഇവിടെ എല്ലും കപ്പയ്ക്ക് വേണ്ടിയിട്ടുള്ള എല്ലാണ് ഇവിടെ മുറിച്ചുകൊണ്ടിരിക്കുന്നത്. നല്ല ഹാർഡാണ് അത്. അപ്പോൾ ഒരു തടിയുടെ മുകളിൽ വെച്ചിട്ട് നന്നായിട്ട് ചെറിയ ചെറിയ കഷ്ണങ്ങളാക്കി മാറ്റുകയാണ്. എന്നിട്ട് അതിനെ നന്നായിട്ട് കഴുകിയതിന് ശേഷം കുറച്ച് സവാളയും ഇഞ്ചിയും വെളുത്തുള്ളിയും കറിവേപ്പിലയും മഞ്ഞൾപ്പൊടി, മുളക് പൊടി, മല്ലിപ്പൊടി കൂടെ ഇട്ടതിന് ശേഷം നന്നായിട്ട് ഇളക്കി കൊടുത്തിട്ട് നമ്മൾ വേവിച്ചെടുക്കുകയാണ് ചെയ്യുന്നത്. ഡയറക്റ്റ് വേവിച്ചതിന് ശേഷം അതിനകത്തോട്ട് നമ്മുടെ കപ്പ ചേർത്ത് കൊടുക്കുകയാണ് ചെയ്യുന്നത്. ഇത് പ്രിപ്പയർ ചെയ്യുന്ന അതേ സമയം തന്നെ വേറൊരു പാത്രത്തിലായിട്ട് നമ്മൾ കപ്പയും നന്നായിട്ട് കഴുകി കുറച്ച് മഞ്ഞൾപ്പൊടിയും കറിവേപ്പിലയും ഉപ്പും കൂടി ഇട്ടിട്ട് വേവിക്കാൻ വേണ്ടി വെക്കും. അതിനുശേഷം കപ്പ വെന്ത് വരുമ്പോഴത്തേനും അതിനെ നന്നായിട്ടൊന്ന് ഇടിച്ച് കൊടുത്തതിന് ശേഷം നമ്മൾ ഇതിനകത്തോട്ട് ആഡ് ചെയ്യുകയാണ് ചെയ്യുന്നത്. എന്നിട്ട് രണ്ടും കൂടെ മിക്സ് ചെയ്താൽ മാത്രം മതി, നമ്മുടെ കപ്പ ബിരിയാണി റെഡിയാവും. ഞങ്ങളിവിടെ ഫ്രോസൺ കപ്പയാണ് എടുത്തിരിക്കുന്നത്. അതുകൊണ്ട് അതിന് വലിയ വേഗമൊന്നുമില്ല, പെട്ടെന്ന് തന്നെ റെഡിയാവും. അതുകൊണ്ട് ആദ്യം ഞങ്ങൾ ബീഫ് വെച്ചതിന് ശേഷം ആയിട്ടാണ് കപ്പ റെഡിയാക്കിയത്. അപ്പോൾ കപ്പ പെട്ടെന്ന് വെന്ത് കിട്ടി. നന്നായിട്ട് ഇടിച്ചെടുത്തതിന് ശേഷം ഇതിനകത്തോട്ട് നമ്മൾ ചേർത്ത് കൊടുക്കുകയാണ് ചെയ്തത്. അതല്ല, നിങ്ങൾക്ക് തിരിച്ച് വേണമെങ്കിലും കപ്പയിലോട്ട് വേണമെങ്കിലും ബീഫ് ചേർത്ത് കൊടുത്ത് ഇളക്കി കൊടുത്ത് നന്നായിട്ട് മിക്സ് ചെയ്തെടുത്താലും മതി. നല്ല കപ്പയും നല്ല ബീഫും ആണെങ്കിൽ നല്ല ടേസ്റ്റിന് നമുക്ക് കിട്ടും. അപ്പം നല്ല ഫ്രഷായിട്ട് എല്ല് കിട്ടുകയാണെങ്കിൽ നമുക്കിങ്ങനെ കപ്പ ബിരിയാണി വെച്ചാൽ നല്ല ടേസ്റ്റ് ഉണ്ടാവും. നിങ്ങൾ എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക. അപ്പോൾ ശരി, നമുക്ക് അടുത്ത വീഡിയോയിൽ കാണാം. ഞാനിവിടെ അളവുകളൊന്നും പറഞ്ഞിട്ടില്ല, കാരണം നമ്മുടെ കപ്പയ്ക്കും ബീഫിനും അനുസരിച്ചിട്ടാണ് നമ്മളിവിടെ പൊടികളുടെ അളവുകൾ എടുക്കുന്നത്. അപ്പോൾ നമ്മളിപ്പോൾ സ്പൂണിൻ്റെ കണക്ക് പറഞ്ഞാൽ, ഇപ്പോൾ ഇവിടെ എല്ല് നമ്മൾ കഷ്ണമാക്കി എടുത്തതിന് ശേഷം നമ്മൾ അതിൻ്റെ വെയിറ്റൊന്നും നമുക്കറിയില്ല. അപ്പോൾ നമുക്ക് കണ്ട ആ ഒരു അളവാണ് നമ്മൾ ഇട്ട് കൊടുത്തത്. അപ്പോൾ അതുകൊണ്ടാണ് ഇവിടെ അതിൻ്റെ ക്വാണ്ടിറ്റി ഒന്നും ഞാൻ പറയാത്തത്. അപ്പോൾ നമുക്ക് ആ ഒരു കണക്കിനനുസരിച്ച് ഇട്ട് കൊടുക്കുകയാണ് ചെയ്തത്. അപ്പോൾ നിങ്ങൾ ഇനി കപ്പയും എല്ലും കിട്ടുന്ന സമയത്ത് ഇതുപോലെ എല്ലും കപ്പ ഉണ്ടാക്കി നോക്കണം. ഞങ്ങളിവിടെ ഇതിൽ വെളിച്ചെണ്ണ ഒന്നും ചേർത്തിട്ടില്ല, കപ്പയിലും ചേർത്തിട്ടില്ല, എല്ലിലും ചേർത്തിട്ടില്ല. വെളിച്ചെണ്ണയും വേറെ എണ്ണകളൊന്നും ചേർത്തിട്ടില്ല. ഇത് തന്നെ നല്ലൊരു ഫാറ്റ് തന്നെയാണല്ലോ, അതുകൊണ്ട് അഡീഷണലായിട്ടൊന്നും ചേർത്തിട്ടില്ല. നിങ്ങൾക്ക് ഇഷ്ടമാണെങ്കിൽ നിങ്ങൾക്ക് ഇതിൽ വെളിച്ചെണ്ണയോ എന്താണോ നിങ്ങൾക്ക് സൺഫ്ലവർ ഓയിലോ എന്താണെന്ന് വെച്ചാൽ നിങ്ങൾക്ക് ചേർത്ത് കൊടുക്കാം ഒരു മയത്തിനായിട്ട്. പക്ഷേ ഇവിടെ ഇതിന് ഒരു കുറവും വന്നിട്ടില്ല. ബീഫാണെങ്കിലും കപ്പയാണെങ്കിലും നല്ല സോഫ്റ്റായിട്ട് നല്ല ടേസ്റ്റിയായിട്ട് എണ്ണ കിട്ടി. പിന്നെ ആ ഒരു നാടൻ ടേസ്റ്റിന് വേണ്ടിയിട്ട് നിങ്ങൾക്ക് കറിവേപ്പില നന്നായിട്ട് ചേർത്ത് കൊടുക്കാം. അപ്പോൾ ആ ഒരു നാടൻ ടേസ്റ്റ് കിട്ടും. പിന്നെ മസാല വേണമെങ്കിൽ